കെ മുരളീധരൻ ദീപക് ധർമ്മടത്തിനൊപ്പം ചേരുന്നുണ്ട്. ഓവർ ടു ദീപക് ധർമ്മടം. റീജിത്ത്, നിലമ്പൂരിലെ അങ്കത്തട്ടിൽ പോരാട്ടം മുറുകുമ്പോൾ ആ പോരാട്ടത്തിൽ UDFന്റെ ഒരു ബെസ്റ്റ് ക്യാമ്പയിനർ കെ മുരളീധരൻ എത്താൻ പോവുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു, തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് എത്തി, ഇനി നിലമ്പൂരിലേക്ക് പോവുകയാണ്. ഈ ഘട്ടത്തിൽ ആദ്യമായി 24-നൊപ്പം ചേരുകയാണ്. നിലമ്പൂരിലെ സാഹചര്യം UDFന് ഈസി വോക്ക് ഓവർ കിട്ടേണ്ട ഒരു മണ്ഡലമാണ്, പക്ഷേ അവരോട് ടൈറ്റ് ഫൈറ്റിലേക്കാണ് അവിടെ പോയിരിക്കുന്നത്. എന്തായിട്ട് വന്നാലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ മത്സരത്തിനൊരു തീവ്രത ഉണ്ടാവുന്നത് നല്ലതാണ്, എങ്കിലാണല്ലോ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു ആവേശം ഉണ്ടാവുള്ളൂ. അത് ഏതായാലും ആവേശമുണ്ട്, നല്ല ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ ജയിക്കും. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഷോക്കേറ്റ് മരണമാണ് വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. ഇന്നലെ രാത്രി ചാനലിൽ കൂടെ ആണ് വാർത്ത കണ്ടത്. ഇന്ന് ഞാൻ യാത്രയിലായിരുന്നു, ഇന്ന് പത്രവും ഇല്ലല്ലോ. അപ്പോൾ മനസ്സിലാക്കിയിടത്തോളം അവിടെ ഇലക്ട്രിക് ഫെൻസിങ് വെച്ച് ഒരു പന്നീനെ പിടിക്കാനുള്ള ഇലക്ട്രിക് ഫെൻസിങ് അനധികൃതമായിട്ട് കണക്ഷൻ എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെയിൻ കണക്ഷൻ എടുത്തു, പെർമിഷൻ കൂടാതെ. മാത്രമല്ല ഇങ്ങനൊരു സൂചന പോലും അവിടെ ബോർഡോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. 2 കുട്ടികൾ ചെന്ന് അതിൽ തട്ടി ഒരു കുട്ടി മരണപ്പെട്ടു, ഒരു കുട്ടി ഹോസ്പിറ്റലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. കാരണം കേരളത്തിലെ ഈ നിലമ്പൂരിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം തന്നെയാണ്. അവിടെ കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ആ കാര്യത്തിൽ ഒരു നെഗ്ലിജൻസാണ് സ്വീകരിച്ചിട്ടുള്ളത്. മനുഷ്യനെ മൃഗങ്ങളുടെ ദയാവധത്തിന് വിട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണം. കുറ്റം ആര് ചെയ്താലും, അവിടെ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്, കുറ്റം ആര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം. അതാണ് UDFന്റെ നിലപാട്. ഇതിൽ വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്, ആര്യാടൻ ഷൗക്കത്തിന്റെ സ്വന്തക്കാരാണ് എന്നൊക്കെ പറയുകയും മാത്രമല്ല ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഈ സംഭവത്തിൽ ഉണ്ടെന്നാണ് വനം മന്ത്രിയും CPIM സെക്രട്ടറിയും പറയുന്നത്. ഞാൻ വനം മന്ത്രിയുടെ യൂട്യൂബിൽ കണ്ടു. എന്തൊരു ഇങ്ങനെ ഒരു കഴിവുകെട്ട വനം മന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അവനവൻ്റെ പരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടി വിഡ്ഢിവേഷം കെട്ടുകയാണ്. അത് ശശീന്ദ്രനെ പോലൊരു രാഷ്ട്രീയ നേതാവിന് പറ്റിയല്ല. അദ്ദേഹം ഒരു പരമ്പരാഗത കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് തികച്ചും തെറ്റാണ് ഈ നടപടി. ഈ MV ഗോവിന്ദനും അതിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിലെ സംശയത്തിൽ അദ്ദേഹത്തിന് ഇതിൽ ബന്ധമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. വിടുവായത്ത് അടിക്കേണ്ട സമയമല്ല. ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതാണ് UDFന്റെ നിലപാട്. ഈ നിലമ്പൂരിൽ അൻവർ ഫാക്ടർ ഇല്ലാതായി കഴിഞ്ഞോ? നിലമ്പൂരിൽ അങ്ങ് പോവുകയാണ്, മാത്രവുമല്ല ശക്തമായൊരു ഫൈറ്റാണ്. അൻവർ ഒരു ഏതെങ്കിലും രീതിയിൽ UDFന് തിരിച്ചടിയാവും? ഇല്ല, ഇവിടെ മത്സരം UDF LDF ആണ്. ജനം അത് കണക്കാക്കി തന്നെ UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അൻവർ ഒരു ഫാക്ടർ ആവില്ല അവിടെ? ഇല്ല. താങ്ക് യു. വളരെ കൃത്യമായി പറയുന്നത് രാഷ്ട്രീയം ഇപ്പോൾ ഈ കെണിയിൽ നടന്ന, അതായത് പന്നിക്കെണിയിൽ നടന്ന അതല്ല രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ടത്. ആ കുടുംബത്തെ സഹായിക്കുക. മറ്റൊന്നൊരു പൊളിറ്റിക്കൽ ഫൈറ്റ്, ടൈറ്റായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നത് രാഷ്ട്രീയമായി UDFന് ഗുണം ചെയ്യും. ഏതെങ്കിലും രീതിയിൽ അൻവർ ഒരു ഫാക്ടർ ആകില്ല എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ കെ മുരളീധരൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. റീജിത്ത്, ഈ വിദ്യാർത്ഥി പന്നിക്കണിയിൽപ്പെട്ട് ഷോക്കേറ്റ് മരിച്ചതിന് പിന്നാലെ അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന വിമർശനം വനമന്ത്രി ഉയർത്തിയിരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് കെ മുരളീധരൻ നൽകുന്നത്. സ്വന്തം വീഴ്ച മറയ്ക്കാൻ വനമന്ത്രി വിഡ്ഢിവേഷം കെട്ടുന്നു എന്നതടക്കമുള്ള അതിരൂക്ഷമായ വിമർശനം കെ മുരളീധരൻ വനമന്ത്രിക്ക് നേരെ ഉയർത്തുന്നുണ്ട്.